ബിഗ് ബോസ് അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ ലൈവിൽ ഇപ്പോൾ ടിക്കറ്റ് ടു ഫിനാലെയുടെ വെരി ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡൻ റാബിറ്റ്സ് എന്നായിരുന്നു ടാസ്കിൻ്റെ പേര്. ടാസ്കിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ അഭിഷേകും അതുപോലെ സെക്കൻഡ് വന്നിരിക്കുന്നത് സായിയുമാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായ പോലെ ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ആയിട്ടല്ല ഇത്തവണ എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇപ്രാവശ്യം ഈ ഫസ്റ്റ് ടാസ്ക് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും മാത്രമേ പോയിന്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിലവിൽ ഫസ്റ്റ് നിൽക്കുന്നത് അഭിഷേക്, സെക്കൻഡ് നിൽക്കുന്നത് സായിയാണ്. അഭിഷേകിന് 3 പോയിന്റ് ഉണ്ട്, സായിക്ക് 2 പോയിന്റ്. പിന്നെ തേർഡ് പൊസിഷൻ ഷെയർഡാണ്. അതായത് നമുക്ക് ടിക്കറ്റ് ടു ഫിനാലയുടെ ബോണസ് പോയിന്റ് വഴി ജാസ്മിനും ഋഷിക്കും ഓരോ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവർ 3 പേരും, അതായത് ഇവർ 4 പേരുമാണ് ഈ 3 പൊസിഷനിലായിട്ട് വരുന്നിരിക്കുന്നത്. ഫസ്റ്റ് അഭിഷേക്, സെക്കൻഡ് സായി, തേർഡ് ജാസ്മിനും ഋഷിയും. ബാക്കി കളിച്ചവർക്ക് ആർക്കും ഈ ടാസ്കിൽ പോയിന്റ്സ് ഒന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള 6 പേർക്കും നിലവിൽ 0 പോയിന്റ്സ് ആണ് ഉള്ളത്. ഇനിയും ഓരോ ദിവസം ഓരോ ടാസ്ക് ആയിട്ട് വരും. ഇപ്പോൾ ഇന്ന് നടന്നത് ഗോൾഡൻ റാബിറ്റ് ടാസ്ക് ആണ്. അപ്പോൾ ഇത് മുമ്പ് തമിഴ് സീസണിലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ടാസ്ക് ആണ്. ആക്ച്വലി ഇത് ഇവർക്ക് മനസ്സിലാവാനും കണ്ടിരിക്കുന്ന ഓഡിയൻസിനായാലും അതുപോലെ കണ്ടസ്റ്റൻസിനായാലും മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിരുന്നു. എല്ലാവരും ആദ്യം എങ്ങനെയാണ് ഔട്ട് ആവുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടുന്നുണ്ടായില്ല. ആ ടാസ്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറേ പേർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ ടാസ്കിൽ ഒരു ലക്കും വേണം, ബുദ്ധിയും വേണം. ഈ ടാസ്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ള തോട്ടാണ് നമുക്ക് വരേണ്ടത്. ടാസ്കിൽ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് പെർഫോം ചെയ്താലേ ഈ ടാസ്ക് ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആക്ച്വലി അഭിഷേകൊക്കെ ഒരു ഭാഗ്യം കൊണ്ടും പിന്നെ അഭിഷേകിനെ ഒന്നും ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അഭിഷേക് ഈ ടാസ്ക് ജയിച്ചതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ ജിൻഡോയും ഋഷിയൊക്കെ ഈ ടാസ്ക് വളരെ നല്ല രീതിക്കാണ് പെർഫോം ചെയ്തിരുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഋഷി നോറേനെയാണ് ഔട്ടാക്കിയത്. നോറയുടെ സ്ട്രാറ്റജി എന്തായിരുന്നെന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. കാരണം ബാക്കി എല്ലാവരും കിട്ടിയിരിക്കുന്ന ഫുൾ ബ്രിക്സും വെച്ചിട്ടാണ് തൻ്റെ റാബിറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഷെൽട്ടർ ഉണ്ടാക്കിയത്. പക്ഷെ നോറ വളരെ കുറച്ച് ബ്രിക്സ് യൂസ് ചെയ്തൊരു ചെറിയൊരു ഷെൽട്ടറാണ് ഉണ്ടാക്കിയത്. അത് പെട്ടെന്ന് എടുത്ത് മാറ്റി നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് നോറ അത് വെച്ചത്. നോറക്ക് വേറെ എന്തെങ്കിലും നോറ വിചാരിച്ചിട്ടുണ്ടാവും, മേ ബി എൻ്റെ ചെറുതായതുകൊണ്ട് ആരും ആദ്യം തൊടില്ല എന്നുള്ള രീതിയിലായിരിക്കും നോറ വിചാരിച്ചത്. പക്ഷേ ഋഷി ഫസ്റ്റ് റൗണ്ടിൽ തന്നെ വന്നത് തകർത്ത് നോറയുടെ റാബിറ്റാണ് കൈക്കലാക്കിയത്. അങ്ങനെ നോറ ഔട്ടായി. നോറയ്ക്ക് റാബിറ്റ് ഒന്നുമില്ല. പക്ഷേ ശ്രീതു അതിൻ്റെ ഇടയിൽ കൂടി ഋഷിനെ തോൽപ്പിച്ച റാബിറ്റ് എടുക്കാൻ നോക്കിയെങ്കിലും ഋഷി തന്നെയാണ് അതൊരു അടിപൊളി ഇതായിട്ട് എടുക്കുകയും ചെയ്തത്. പിന്നെ മൂന്നാമത്തെ റൗണ്ടിൽ വന്നിട്ടാണ് നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആയത്. കാരണം എല്ലാവരും റാബിറ്റിന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നന്ദന, ജിൻഡോ, ഋഷി എന്നിവരാണ് വന്നത്. നന്ദന വന്നിട്ട് ജിൻഡോയുടെ റാബിറ്റ് എടുക്കുന്നുണ്ട്, ജിൻഡോ ഋഷിയുടെ റാബിറ്റ് എടുക്കുന്നു, ഋഷി നന്ദനയുടെ റാബിറ്റ് എടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും റാബിറ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ കയ്യിൽ ഓരോ റാബിറ്റ് വെച്ച് കിട്ടുന്നുമുണ്ട്. അങ്ങനെ അവസാനം ബിഗ് ബോസ് പറയുന്നതാണ് റാബിറ്റും ഇല്ല കൂടും ഇല്ലാത്തവർക്ക് ടാസ്കിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. എല്ലാവരും ഔട്ടായി പോകുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നീട് അത് കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ സായി അഭിഷേകിന് ഒരു റാബിറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഈക്വൽ ആവുന്നു. പിന്നെ ലാസ്റ്റ് ടാസ്കിൽ എനിക്ക് തോന്നിയത് സായി മനഃപൂർവ്വം അഭിഷേക് ജയിക്കാൻ വേണ്ടിയിട്ട് ടാസ്ക് വിട്ട് കൊടുത്തതായിട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് ടിക്കറ്റ് ഫിനാലെയാണ്. ഇതിന് ഇതിൻ്റേതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സായി ഒരിക്കലും വിട്ടു കൊടുക്കേണ്ടതില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സിജോയുടെ കാര്യത്തിൽ സായി അത്രയും ഒരു സ്നേഹം അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വിട്ടുകൊടുക്കലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം സിജോയും സായും ആണ് അഭിഷേകിനെക്കാട്ടും കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ട് നടക്കുന്നത്. കാരണം അവരുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ഒരുമിച്ചാണ്. പക്ഷേ സിജോക്ക് വേണ്ടി ഒരിക്കലും സായി ഇങ്ങനെ വിട്ടു കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അഭിഷേകിന് വേണ്ടിയിട്ട് സായി വിട്ടു കൊടുക്കുന്നു. എനിക്ക് തോന്നിയത് അഭിഷേക് ജയിക്കാനുള്ള, അതായത് അഭിഷേക് മേ ബി സെക്കൻഡ് ആയേക്കാം സായി വിട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ. പക്ഷേ ഇവിടെ സായി അഭിഷേകിന് വേണ്ടി വിട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. സായി വളരെ സ്ലോ ആയിട്ടാണ് ആ ലാസ്റ്റ് റൗണ്ട് കളിച്ചത്. അങ്ങനെയാണ് അഭിഷേക് ഫസ്റ്റ് ആവുന്നത്. സോ എന്തായാലും ഇന്നത്തെ ഒരു ടാസ്ക് ഇതാണ്. ഇന്ന് തന്നെ വേറെ ടാസ്കുകൾ ഉണ്ടാവാനാണ് ചാൻസ് കൂടുതലും. രാത്രിത്തെ ടാസ്കുകളൊക്കെ എന്തായാലും ടിക്കറ്റ് ഫിനാലിൽ ഉണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം.